Hello everyone, welcome back to my channel. എൻ്റെ ചാനൽ നെയിം ഹോട്ട് പോട്ട് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എന്നൊക്കെ കുറച്ച് പേർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ചാനൽ നെയിം മാറ്റിയിട്ട് സ്വന്തം പേര് തന്നെ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് മുതൽ ചാനലിൻ്റെ നെയിം benchishasgallery എന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ചില്ലി ചിക്കൻ. റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റുള്ള ചില്ലി ചിക്കൻ എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള ഈ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1 മുട്ട, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ ഇപ്പോൾ അരമണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പം നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഓരോ പീസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മറിച്ചിട്ടിട്ട് എല്ലാ സൈഡും നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ ഇപ്പം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാണ്. വേറൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തും 1 കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് 1 സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്തതാണ്, പിന്നെ 1 ക്യാപ്സിക്കം സ്ക്വയറായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സ്പ്രിംഗ് ഓണിയനും ചെറുതായിട്ടൊന്ന് കുക്കായാൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലവർ സ്ലറി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എനിക്കൊരു സെമി തിക്ക് ഗ്രേവിയാണ് ചില്ലി ചിക്കൻ ഇഷ്ടം. അത് കാരണമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. തിക്കായിട്ടുള്ളതാണെങ്കിൽ വെള്ളം ചേർക്കാതെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ചിക്കനും ഗ്രേവിയും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കനിൽ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ചിക്കൻ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻസ് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.